പ്രൊസസ്സറും സംഭവമൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 60 ആ റേഞ്ചിലൊക്കെ പ്രൈസ് എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ iQOO നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് പറയുന്നത് 49,999 അപ്പോൾ ഓൾമോസ്റ്റ് 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഈ സാധനം വാങ്ങിക്കുന്നത് വെറുത്താണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ Xiaomi 14 വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ സ്പെക്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ iQOO സ്പെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതിന് നമ്മുടെ എന്താ പറയുക വെയിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 200 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ Xiaomi 14 ആണ് കുറച്ച് ലൈറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഉള്ളവർ ഫോൺ കുഴപ്പമുള്ളവർക്ക് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്തിട്ട് Xiaomi 14 എടുക്കാം. അതുപോലെ തന്നെ ബിൽഡ് ആയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഗ്ലാസ് ബ്ലാക്ക് തന്നെ വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമാണ്, ഡ്യുവൽ സിം ആണ്, അതും കാര്യമായിരിക്കുമല്ലോ. പിന്നെ ഇതിൽ നമുക്ക് IP റേറ്റിംഗ് ആക്ച്വലി കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അത് കൺഫേം ചെയ്തിട്ട് പറയാം. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 144 Hz ഡിസ്പ്ലേ നമുക്കറിയാം. iQOO ആക്ച്വലി ഗെയിമിങ്ങിനൊക്കെ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് ഇറക്കാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 144 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. Xiaomi ആയിരിക്കുമ്പോൾ നമുക്ക് 120 Hz ആയിരിക്കും പറയാം. നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് നോക്കാട്ടോ, നമ്മുടെ S23 Ultra എന്ന് പറഞ്ഞാൽ നോക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത്. നമുക്ക് Xiaomi 14 ആകുമ്പോൾ നമുക്ക് 6.35 വരുന്നുള്ളൂ. ഇതാകുമ്പോൾ 6.7 വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ S23 Ultraൻ്റെ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാം Android 14 ആണ്. അതുപോലെ തന്നെ 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് വരുന്നത് ആ ഫൺ ടച്ച് വോയിസിൽ. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. ഇതിൽ നമുക്ക് 4 years വരുന്നുണ്ട്. Qualcomm's Snapdragon 8 Gen 3 ആണ് വരുന്നത്. ഇതിലും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കി കഴിഞ്ഞാൽ അത് രണ്ടും സിമിലർ തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്കൊരു 20 lakhിൻ്റെ AnTuTu സ്കോറും സംഭവമൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഇന്റർണൽ മെമ്മറി നമുക്ക് 12 GB RAM 256 GB ആണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാണ് 50,000 രൂപ. പക്ഷേ ഇതിൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇപ്പോൾ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് 46 ഇപ്പോൾ കിട്ടുന്നത്. 12 GB 512 GB സൈസാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അത് മെയിൻ പോയിന്റ് ആണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നോക്കാൻ മറക്കണം. എന്ന് വെച്ചാൽ ഡബിൾ സൈസ് മെമ്മറി നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ S23 Ultraൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ നമ്മൾ 256 GB വേരിയന്റിന് 76,000 രൂപയാണെങ്കിൽ നമ്മൾ 512 വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ മിനിമം ഒരു 80-88 ആ റേഞ്ചൊക്കെ പ്രൈസ് ഡിഫറൻസ് വരും. അപ്പോൾ ഈ സാധനം 512 GB കിട്ടിയിട്ട് പോലും അതിനായിട്ടും 50,000 46 രൂപ ഇതിന് 4,000 രൂപ കുറവോടെ. അപ്പോൾ അതൊരു മെയിൻ ഫാക്ടറാണ് നമ്മൾ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ആക്ച്വലി കുറച്ചുകൂടി ഇമ്പ്രൂവബിൾ വരുന്നത് ഇതിനാണ്. എന്താ വെച്ചാൽ ഇതിൽ ലൈക്ക പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത് iQOO 50, അതുപോലെ തന്നെ 64, പിന്നെ 50 തന്നെയാണ് വരുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് എല്ലാം 50, അതാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 8K വീഡിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആകുമ്പോൾ 16 MP ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 32 ആണ് വരുന്നത്. പിന്നെ വൈഫൈ സംഭവങ്ങളൊക്കെ ലേറ്റസ്റ്റ് സംഭവമൊക്കെ തന്നെയാണ്. ബ്ലൂടൂത്ത് 5.4 തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ സൗണ്ടൊക്കെ തന്നെയാണ് വരുന്നത്. സ്റ്റീരിയോ സൗണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ്. USB Type-C 2.2 ആണ് വരുന്നത് കേട്ടോ നമ്മുടെ iQOO. ഇതിൽ ആക്ച്വലി 3.2 ആണ് വരുന്നത്. അതോടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ടിൻ്റെ വയർ ഫാസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത്. ഇതിൽ നമുക്ക് 90 വാട്ട് വരുന്നത്. പിന്നെ ബ്ലാക്ക് അതൊക്കെ നമുക്ക് നോർമൽ പോലെ തന്നെയാണ്. AnTuTu സ്കോർ ഇതിൽ വരുന്നത് 50. അത് ശരിക്കും ആക്ച്വലി 21 lakh ഒക്കെ ഓൾമോസ്റ്റ് ചില ഡിവൈസിൽ കാണിക്കുന്നുണ്ട്. 20 lakh എന്തായാലും കാണിക്കും കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്നാപ്ഡ്രാഗൺ Gen 3 ആണല്ലോ. ഇപ്പം ഞാൻ ആമസോണിലൊന്ന് എടുത്ത് കാണിച്ചു തരാം. പ്രൈസൊക്കെ സിമിലർ തന്നെയായിരിക്കും. 49 തന്നെയായിരിക്കും. 49 തന്നെയാണ്. ആമസോണിൽ നമുക്ക് എനിക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് വരുന്നത് നമുക്ക് ഈ വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ Xiaomi 14 വൈറ്റ് കളറിന് കുറച്ച് എന്താ പറയുക ഒരു പ്രീമിയംനെസ് കൂടുതൽ പോലെ ഉണ്ട്. അതിൻ്റെ സൈഡ് ഫ്രെയിമൊക്കെ അലുമിനിയം കളറാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നി എനിക്ക്. ഇതിന് 512 GB മോഡൽ കിട്ടണമെങ്കിൽ 16 GB RAM മോഡലിന് 55,000 രൂപയാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ എന്താ പറയുക 49,999 ആണ് കേട്ടോ. അപ്പോൾ 50-ൻ്റെ താഴെ വരുന്നത് 12 GB 256 GB വേരിയൻ്റ് ആണ്. ഇതിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഞാൻ സ്പെക്സ് ഒന്ന് നോക്കട്ടെ. മറ്റേ നമ്മൾ 6.78 ഇഞ്ചിൻ്റെ 144 Hz LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 3000 നിറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് SGS സർട്ടിഫൈഡ് ഉണ്ട് ലോ ബ്ലൂ ലൈറ്റിന് വേണ്ടിയിട്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ചിപ്പ് വരും അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് അറിയാം ഈ വിവോ, അതുപോലെ തന്നെ വിവോൻ്റെ കമ്പനിയാണല്ലോ നമ്മുടെ iQOO. അപ്പോൾ അവർക്ക് ഈ എക്സ്ട്രാ ചിപ്പ് വയ്ക്കുന്ന പരിപാടി ഉണ്ട്. അത് ആക്ച്വലി ഇതിലും ഉണ്ട് കേട്ടോ. പിന്നെ 120 വാട്ടിൻ്റെ, പിന്നെ 164ൻ്റെ IP64 റേറ്റിംഗാണ് വരുന്നുള്ളൂ. അതൊരു ബോറാണ്. ഇതിൽ IP68 വരുന്നുണ്ട്. പിന്നെ നമുക്ക് Adreno 750 വിത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 അത് നല്ലത് തന്നെയാണ്. അത് പിന്നെ DDR5X RAM ആണ്. UFS 4 സ്റ്റോറേജ്, അതിലും 4 സ്റ്റോറേജ് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടല്ലോ നമ്മുടെ ഈ Type-C പോർട്ട് വരുന്നത് 2.2 ആണ്.
2.0 ആണ്. അത് ആക്ച്വലി ഇതിൽ മെൻഷൻഡ് അല്ല എന്നുണ്ട്. ഇതിൽ ആക്ച്വലി 3.2 ആണ്. അപ്പോൾ ഞാനതൊന്ന് കൺഫേം ചെയ്യട്ടെ ഒരു മിനിറ്റ് കേട്ടോ. ടൈപ്പ് സി 2 തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ നോക്കുമ്പോഴും 2 തന്നെയാണ് വരുന്നത്. ടൈപ്പ് സി പോർട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ച് ഡൗൺ ഗ്രേഡ് എന്നൊക്കെ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഗെയിമിംഗ് കുറേ നമ്മൾ ഐക്യൂം നോർമലി ഫേമസ് ആയത് അവർ ഗെയിമിംഗ് എന്താ പറയുക ഗെയിമിംഗ് ഫോൺ ഇറക്കിയിട്ടൊക്കെ ആണല്ലോ. നിങ്ങൾക്ക് അറിയായിരിക്കും അവരുടെ ഐക്യൂ നിയോ എന്നൊക്കെ പറഞ്ഞ് കുറേ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ iQOO 12 നോക്കുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് Xiaomi 14 ആയിരിക്കും. എന്താ വെച്ചാൽ ഫൺ ടച്ച് വോയിസിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആണ് നമ്മുടെ ഹൈപ്പർ വോയിസ്. ഇപ്പോൾ എന്താ വെച്ചാൽ എന്തിലാന്ന് അറിയാം, പെർഫോമൻസിലല്ല. പെർഫോമൻസിൽ ഇത് ഹൈപ്പർ വോയിസ് തന്നെയാണ് നല്ലതെന്ന് വെച്ചാൽ അപ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട് സാധനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ മെമ്മറി നമുക്ക് കുറച്ചുകൂടി കുറവ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് 10 GB താഴെ വരുന്നുള്ളൂ. ഇപ്പോൾ UI-ൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 GB ഒക്കെ അവർ നമ്മുടെ OS വേണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ഫൺ ടച്ച് വോയിസും അത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ഫൺ ടച്ച് വോയിസിനായിട്ടും പരസ്യങ്ങളും സംഭവങ്ങളൊക്കെ കുറവ് ആക്ച്വലി ഇതിൽ തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറേ ആപ്പൊക്കെ എന്താ പറയുക ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഗെറ്റ് ആപ്പ് എന്നൊരു സാധനമൊക്കെ ഉണ്ട്. അതിലാണ് മെയിനായിട്ട് പരസ്യം സംഭവങ്ങളൊക്കെ വരിക. അത് iQOO ഉണ്ട്. അങ്ങനെ കുറേ ആപ്പുകളുണ്ട് iQOO-ൻ്റെ. അപ്പോൾ iQOO-നായിട്ടും പരസ്യം കുറവ് ഇതിൽ തന്നെയാണ് കേട്ടോ. അത് ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു 50,000 രൂപയുടെ ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പരസ്യം വരുന്നത് എനിക്ക് തോന്നുന്നില്ല ആർക്കും പരസ്യം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ പറയാം. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി Xiaomi 14 പറഞ്ഞത്. അല്ലാണ്ട് പെർഫോമൻസോ സംഭവമൊന്നുമല്ല. ക്യാമറയിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ച്വലി ഇതിലുള്ളത് എന്ന് വെച്ചാൽ ലൈക്ക് പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ മറ്റേതിനായിട്ടും വലുതാണ്, ഡിസ്പ്ലേ വലുതാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് iQOO-ലേക്ക് പോവാം. പക്ഷേ നമ്മൾ ഓവറോൾ വാല്യൂ ഫോർ മണി പറയുമ്പോൾ iQOO-നായിട്ടും iQOO 12-നായിട്ടും കുറച്ചും കൂടി ബെറ്റർ Xiaomi 14 തന്നെയാണ് കേട്ടോ. പ്രൈസും സംഭവങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ പ്രൈസ് കുറവാണല്ലോ, 4,000 രൂപ കുറവാണ്. എന്താ പറയുക ശരിക്കും 512 GB വേരിയൻറ്റ് നിങ്ങൾക്ക് iQOO 12 കിട്ടണമെങ്കിൽ 10,000 രൂപ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ വാല്യൂ ഫോർ മണി സാധനം തന്നെയാണ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. രണ്ടാമത്തെ ഞാൻ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ നോക്കണ്ട. ഈ മാക്സിമം നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ദിവാലി സെയിൽസ് ഇന്നതോടെ കഴിയും. അപ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടാനുള്ള ചാൻസ് കിട്ടാം, മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.